Alright, നമുക്കിനി flowchart, algorithm and pseudocode. ഇത് മൂന്നും എന്താണ് എന്നുള്ളതൊന്ന് നോക്കാം. We'll begin with what an algorithm is. ഒരു algorithm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻ ടു എ പ്രോബ്ലം ഓർ എ ക്വസ്റ്റ്യൻ എന്ന് പറയാം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്സിനെ നമ്മൾ റൈറ്റിംഗ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ് ഫോർമാറ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് സ്റ്റെപ്സ് ആയിട്ട് എഴുതുന്നതിനാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുക. അപ്പം ഈ അൽഗോരിതം ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സ്റ്റെപ്സ് ആയിട്ട് എഴുതുന്നു എന്ന് പറഞ്ഞു. ഇറ്റ് ക്യാൻ ബി അബ്സ്ട്രാക്ട് ഓർ ഇറ്റ് ക്യാൻ ബി ക്വൈറ്റ് ഡീറ്റെയിൽഡ്, എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പം ഡീറ്റെയിൽ ആയിട്ട് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം എഴുതുമ്പോൾ പ്രോഗ്രാമിന്റെ എല്ലാ സ്റ്റെപ്സിനെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അൽഗോരിതത്തിൽ വേണമെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാം. അതല്ല, പ്രോഗ്രാം എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന്റെ ഒരു അബ്സ്ട്രാക്ട് ഐഡിയ മാത്രം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്നതിനെ നമുക്ക് അൽഗോരിതം, നമുക്ക് അങ്ങനെയും എഴുതാം അൽഗോരിതം. വേറൊന്നുമല്ല, ഇതിൻ്റെ അകത്ത് നമ്മുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെ എന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്നതിന് ആ പ്രൊസീജിയറിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിൽ സീ an algorithm to find out the area of a circle. I repeat the question. Write an algorithm to find the area of a circle. അപ്പോൾ നമുക്ക് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് പ്രോഗ്രാം അതനുസരിച്ച് എഴുതാൻ പറ്റും. അത് നമുക്ക് പിന്നീട് നോക്കാം. അൽഗോരിതം എന്ന് പറഞ്ഞാൽ what will be step number 1? Step number 1, nothing but read the radius from the user. Reading the radius from the user will be the first step as the algorithm. And now step 2 എന്തായിരിക്കാം? നമുക്ക് എന്നിട്ട് compute or calculate the area. Okay. Now, and what will the last step? Step number 3 will be nothing but to print or display the answer or display the area, whatever it is. എനിക്കൊരു ഏരിയ ഓഫ് എ സർക്കിൾ കണ്ടുപിടിക്കാനുള്ള, നമുക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു എന്തൊക്കെ സ്റ്റെപ്സ് ആണ് വേണ്ടത് എന്നുള്ളത് ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി കഴിഞ്ഞു. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് അൽഗോരിതം. In that case, what is a pseudocode? Pseudocode again is nothing but the same thing only, but in pseudocode, while we are explaining or while we are expressing the steps, we'll take a kind of korchu steps we'll take or we'll borrow the steps of the program as such. പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെപ്സിന് ഒരു കുറേശ്ശെ നമ്മുടെ സ്യൂഡോകോഡിലും കൂടെ മെൻഷൻ ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മുടെ പ്രോഗ്രാമിൻ്റെ അകത്ത് നമ്മൾ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യും, സിമ്പിൾസ് യൂസ് ചെയ്യും, നൊട്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്യും. അതെല്ലാം നമ്മൾ സ്യൂഡോകോഡിലും കുറേശ്ശെ എടുക്കും. എന്നാൽ അത് എക്സാക്ട്ലി പ്രോഗ്രാമും അല്ല. അതാണ് സ്യൂഡോകോഡും അൽഗോരിതവും തമ്മിലുള്ള ഡിഫറൻസ്. അൽഗോരിതം ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റിൽ എല്ലാ സ്റ്റെപ്സും എന്തൊക്കെയാണെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്നു. സ്യൂഡോകോഡിൽ ഇതേ കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടി ഒന്ന് ഇലോബറേറ്റ് ചെയ്ത് പ്രോഗ്രാമിൽ നമ്മൾ എഴുതുന്ന സ്റ്റെപ്സും കൂടെ ബോറോ ചെയ്ത് എഴുതുന്നതിനാണ് സ്യൂഡോകോഡ് എന്ന് പറയാം. വിൽ സീ ദ സ്യൂഡോകോഡ് ഫോർ ദ സെയിം എക്സാമ്പിൾ. അപ്പോൾ നമ്മളിപ്പോൾ ഈ അൽഗോരിതം എഴുതിയത് എന്തിനായിരുന്നു? നമ്മുടെ ഏരിയ ഓഫ് എ സർക്കിൾ കണ്ടുപിടിക്കാനായിട്ടായിരുന്നു. അപ്പോൾ അതിന് ഇതേ ടാസ്ക് ഇത് തന്നെയാണ്. അപ്പോൾ അത് സ്യൂഡോകോഡ് എങ്ങനെ? അതിൻ്റെ സ്റ്റെപ്പ് നമ്പർ 1 അഗെയിൻ all pseudocode will begin with a start and will end with a stop step ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. then again സെക്കൻഡ് സ്റ്റെപ്പ്, നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ റേഡിയസ് റീഡ് ചെയ്യണം. അപ്പോൾ ഇതേ സ്റ്റെപ്പ് തന്നെയാണ്. സോ റീഡ് റേഡിയസ്. ഓക്കെ. ആൻഡ് നൗ സ്റ്റെപ്പ് നമ്പർ 3, നമുക്ക് കമ്പ്യൂട്ട് ദി ഏരിയ എന്നാണ്. അപ്പോൾ ഇവിടെ ഞാൻ സ്യൂഡോകോഡ് ആയതുകൊണ്ട് ഏരിയ എഴുതുന്നതാണ്. ഏരിയ ഈസ് ഈക്വൽ ടു 3.14 സ്റ്റാർ റേഡിയസ് ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ പ്രോഗ്രാമിൽ എഴുതുന്ന ഒരു സ്റ്റെപ്പാണ്. പ്രോഗ്രാമിൽ ഇങ്ങനെ ഈ കോളൻ ഈക്വൽ ടു അങ്ങനെയൊന്നും എഴുതൂലായിരിക്കും. പക്ഷേ ഈ പറയുന്ന ഓപ്പറേറ്റേഴ്സ്, ഇവിടെ ആസ്ട്രിക് സിമ്പിൾ ഈസ് എൻ ഓപ്പറേറ്റർ, മൾട്ടിപ്ലിക്കേഷൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്ററാണ്. ആ ഓപ്പറേറ്റർ ദ ഈക്വൽ ഈസ് എൻ ഓപ്പറേറ്റർ. ഇതെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ടാണ് സ്യൂഡോകോഡിൽ എഴുതുന്നത്. Now what? Next step is nothing but to display the area. So we can say like print area. And then finally we can stop. This is an example of pseudocode for the same example. കണ്ടാൽ തന്നെ അറിയാം രണ്ടും സെയിം തന്നെയാണ്. കുറച്ചും കൂടെ ഒന്ന് ഇലോബറേറ്റ് ചെയ്ത് പ്രോഗ്രാമിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന സ്റ്റെപ്സിനെയും കൂടെ ഒക്കെ ഒന്ന് എഴുതി എക്സാക്റ്റ് ആയിട്ട് നമ്മളൊന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം pseudocode. അതിൻ്റെ ഒരു അബ്സ്ട്രാക്ട് ഐഡിയനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുക. Now
What do you mean by flowchart? Flowchart is nothing but the pictorial representation of the steps in implementing a task. അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എഴുതുമ്പോഴത്തേന് ആ പ്രോഗ്രാമിൻ്റെ അകത്ത് എന്തൊക്കെ നടക്കുന്നു ഈ പറഞ്ഞ അൽഗരിതം അല്ലെങ്കിൽ ഈ സ്യൂഡോ കോഡിന്റെ തന്നെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് ഫ്ലോ ചാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്ലോ ചാർട്ട് മീനിങ് ആ പ്രോഗ്രാമിൻ്റെ അകത്തുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പോകുന്ന സീക്വൻസ്, ഹൗ ദി ഫ്ലോ ഹാപ്പൻസ്, അതാണ് ഫ്ലോ ചാർട്ടിൽ ഉദ്ദേശിക്കുന്നത്. പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബോക്സസ് ഒക്കെ വേണ്ടി വരുന്നുണ്ട്. Now we'll see the various boxes in detail. Which are the various boxes that are used for a purpose എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ സ്യൂഡോ കോഡിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ആദ്യത്തെ സ്റ്റെപ്പും ലാസ്റ്റ് സ്റ്റെപ്പും മീൻസ് നത്തിങ് ബട്ട് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. അപ്പോൾ ഈ സ്റ്റാർട്ടിനെയും സ്റ്റോപ്പിനെയും ഫ്ലോ ചാർട്ടിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു എലിപ്സ് പോലുള്ള ഒരു ബോക്സിനെ വെച്ചിട്ടാണ് സ്റ്റാർട്ടും സ്റ്റോപ്പും റെപ്രസെന്റ് ചെയ്യുക. നെക്സ്റ്റ് യു ക്യാൻ സീ എ പാരലോഗ്രാം. ഈ പാരലോഗ്രാം എന്ന് പറയുന്ന ബോക്സിന്റെ അകത്താണ് നമ്മൾ റീഡിംഗ് സ്റ്റേറ്റ്മെന്റ്, പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ്, all these will be mentioned inside a parallelogram kind of box. Next you can see a rectangle kind of box, and this box is used for processing the steps. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് പ്രോസസ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും all kind of computations will be done inside this rectangular box. Next you can see a rhombus kind of box, അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പിൽ ഇരിക്കുന്ന ഒരു ബോക്സ് കാണുന്നുണ്ട്. ആൻഡ് ദിസ് കൈൻഡ് ഓഫ് ബോക്സ് ഇസ് മെയിൻലി യൂസ്ഡ് ഫോർ കണ്ടീഷൻ ചെക്കിംഗ്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ അകത്ത് എന്തെങ്കിലും കണ്ടീഷൻ ചെക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ബോക്സിനകത്താണ് കൊടുക്കുക. ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്ന എക്സാമ്പിളിൻ്റെ അകത്ത് അത് വരുന്നില്ല, അപ്പം അതിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് യു ക്യാൻ സീ ആരോസ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. ദീസ് ആരോസ് ആർ നത്തിങ് ബട്ട് ഇറ്റ് ഷോസ് യു ദ ഫ്ലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിറക്ഷൻ, ഈ ഏത് സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്ത ഏത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിറക്ഷൻ കാണിച്ചു തരാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആരോസ്. യു ക്യാൻ യൂസ് എനി കൈൻഡ് ഓഫ് ടോപ്പ് ആരോ, ബോട്ടം ആരോ, സൈഡ് ആരോ, ഏത് ആരോസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് യു ക്യാൻ സീ എ സ്മോൾ സർക്കിൾ, ആൻഡ് ദിസ് സർക്കിൾ ഈസ് ഇറ്റ് ഈസ് കോൾഡ് എസ് എ കണക്ടർ. നമ്മളിപ്പോൾ ഒരു പേജിൻ്റെ നിങ്ങളുടെ നോട്ട്ബുക്കിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു പേപ്പറിൻ്റെ അകത്ത് ഇമാജിൻ ദാറ്റ് യു ആർ ഡ്രോയിങ് എ ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ട് സ്റ്റാർട്ട് ആ പേജിൻ്റെ ബിഗിനിങ് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വന്നു, പക്ഷേ പേജിൻ്റെ അവസാനം എത്തിയപ്പോൾ ഫ്ലോ ചാർട്ട് തീർന്നിട്ടില്ല, ഫ്ലോ ചാർട്ട് കണ്ടിന്യൂ. സോ വാട്ട് യു ഡു ഇസ് ദാറ്റ് യു ജസ്റ്റ് ടേൺ ദി പേജ് ആൻഡ് ദെൻ വിൽ കണ്ടിന്യൂ. ആ കണ്ടിന്യൂഷൻ കാണിക്കാനാണ് നമ്മൾ കണക്ടർ യൂസ് ചെയ്യുന്നത്, സർക്കിൾ യൂസ് ചെയ്യുന്നത്. അതായത് ലാസ്റ്റിൽ നമ്മൾ സർക്കിൾ വരെ എത്തുന്നു, ദെൻ അഗെയിൻ നെക്സ്റ്റ് പേജ് ആകുമ്പോഴത്തേനും വിൽ അഗെയിൻ സ്റ്റാർട്ട് ഫ്രം ദാറ്റ് കണക്ടർ, ഐ മീൻ ദാറ്റ് സർക്കിൾ. അപ്പോൾ അതാണ് അതിൻ്റെ കണ്ടിന്യൂഷൻ കാണിക്കാനാണ് സർക്കിൾ യൂസ് ചെയ്യുന്നത്. So these are the various boxes that are used to represent a flow chart. Okay, fine. Since we have seen what an algorithm is, pseudocode is, എങ്ങനെ ഒരു അൽഗരിതം എഴുതേണ്ടത്, എങ്ങനെ ഒരു pseudocode എഴുതേണ്ടത്, ഫ്ലോ ചാർട്ട് വരയ്ക്കേണ്ട ബോക്സസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പം നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ എടുത്തു പറയുന്ന ഒരു ടോപ്പിക്കും കൂടി ഉണ്ട്, ലീനിയർ സെർച്ച്. അപ്പോൾ ഈ ലീനിയർ സെർച്ച് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൻ്റെയും സ്യൂഡോ കോഡും അൽഗരിതവും കൂടി നിങ്ങളുടെ ഫസ്റ്റ് മോഡ്യൂളിൽ പറയുന്നുണ്ട്. ഇതെന്താണ് പ്രോസസ്സ്, ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് ആക്ച്വലി നമ്മുടെ സിലബസ് അനുസരിച്ച് തേർഡ് മോഡ്യൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇത് പഠിക്കണമെങ്കിൽ സെക്കൻഡ് മോഡ്യൂളിൽ നമ്മുടെ ലാംഗ്വേജിൻ്റെ ബേസിക്സ് അറിയണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിലബസ് ബ്രീഫ് ചെയ്ത് വന്നപ്പോൾ പറഞ്ഞു തേർഡ് മോഡ്യൂളിൽ അറേസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. ആ അറേസ് കോൺസെപ്റ്റിൽ വരുന്ന ഒരു ഏരിയയാണ് ഈ ലീനിയർ സെർച്ചിങ് എന്ന് പറയുന്നത്. അത് അവിടെ മാത്രമേ നമുക്ക് അതിൻ്റെ വർക്കിംഗ് കോൺസെപ്റ്റ് മനസ്സിലാകുകയുള്ളൂ. ബട്ട് ഈവൻ ദെൻ സിലബസിൽ നമുക്ക് ഇതിൻ്റെ സ്യൂഡോ കോഡ് എങ്ങനെയായിരിക്കും, അൽഗരിതം എങ്ങനെയായിരിക്കും എന്ന് മോഡ്യൂൾ 1 കൂടെ പറയാൻ പറയുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ അത് നോക്കും. നോക്കിയാൽ ഹൗ ഫാർ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ മാർക്ക്. ബട്ട് ഐ സജസ്റ്റ് ലൈക്ക് യു നമ്മൾ തേർഡ് മോഡ്യൂൾ കണ്ടിട്ട് തേർഡ് മോഡ്യൂൾ പഠിക്കുമ്പോൾ അതിൻ്റെ വീഡിയോസ് ഇതെല്ലാം പഠിച്ചതിന് ശേഷം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാകും. എന്നാലും ഞാനൊന്നൊരു ബ്രീഫ് ഐഡിയ തരാം എന്താണ് ഈ ലീനിയർ സെർച്ച് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെർച്ച് എന്ന് പറയുന്ന വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ അന്വേഷിക്കുക, അതാണ് സെർച്ച് കൊണ്ട്. ലീനിയർ സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാരുടെ ഇടയിൽ ഒരാളെ അന്വേഷിക്കണം, 1 by 1. ആദ്യത്തെ ആളെ നോക്കുക, സെക്കൻഡ് നമ്പർ നോക്കുക, തേർഡ് നമ്പർ നോക്കുക, അങ്ങനെ 1 by സീക്വൻഷ്യലായിട്ട് ഒരു മാച്ചിങ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരു കോൺസെപ്റ്റിനാണ് നമ്മൾ ലീനിയർ സെർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ അൽഗരിതവും ഫ്ലോ ചാർട്ടും കാണുന്നത് അസ്യൂമിങ് ദാറ്റ് വി ആർ ഹാവിങ് സോ മെനി നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ സേ 40, 50, 10, 8, 7,
100. ഇങ്ങനെ എൻ്റെ കയ്യിൽ കുറേ നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പേഴ്സിൽ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് 8 എന്ന് പറയുന്ന ഒരു നമ്പർ ഇതിൻ്റെ അകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം. ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എത്രാമത്തെ നമ്പർ ആയിട്ടാണ് എനിക്ക് കിടക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയേ, ഞാൻ കുറേ നമ്പേഴ്സ് അടുക്കി വെച്ചിട്ടുണ്ട്. 1 2 3 4 5 and 6 നമ്പേഴ്സ് അടുക്കി വെച്ചിട്ടുണ്ട്, വൺ ആഫ്റ്റർ ദി അതർ. അതിൽ ആദ്യത്തെ നമ്പർ ആണോ 8 എന്ന് നോക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത നമ്പറിലോട്ട് പോകും, അതുമായിട്ടൊരു കമ്പാരിസൺ. പിന്നെ മൂന്നാമത്തെ നമ്പറിലോട്ട് പോകും, പിന്നെ നാലാമത്തെ നമ്പർ, അങ്ങനെ ഇതിനിടയ്ക്ക് എനിക്ക് ഐ എം ഗെറ്റിംഗ് 8. ഇവിടെ വെച്ച് എനിക്ക് ഒരു മാച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. ഇതാണ് നമ്മുടെ ലീനിയർ സെർച്ചിന്റെ കോൺസെപ്റ്റ്. ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് as I said, you will learn that in detail in the third module. അപ്പൊ ഇത് മനസ്സിൽ ഇത്രയും മാത്രം, ഈ ഐഡിയ മാത്രം മനസ്സിൽ വെച്ചിട്ട് നമുക്ക് അതിന്റെ അൽഗരിതവും സ്യൂഡോകോഡും എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് വിൽ ബിഗിൻ വിത്ത് അൽഗരിതം. ഫസ്റ്റ് ഇപ്പൊ നമുക്ക് എന്താ എന്താണ് നമുക്ക് കുറെ സെറ്റ് ഓഫ് നമ്പേഴ്സ് വേണം. അപ്പോൾ ഒരു ഹെഡിങ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലീനിയർ സെർച്ച് വിത്തിൻ ബ്രാക്കറ്റ് ആൻഡ് അറേ എ ആൻഡ് കൊമ എക്സ് ഇസ് നത്തിങ് ബട്ട് ദി വാല്യൂ. അപ്പൊ അറേ എന്ന് പറയുന്നത് നമുക്ക് നമ്പേഴ്സ് അടുക്കി വെക്കുന്ന ഒരു ടൈപ്പാണ് അറേ. അപ്പൊ ഇത്രയും നമ്പേഴ്സ് നിങ്ങളുടെ മനസ്സിലൊന്ന് വിചാരിച്ചു. ഇത്രയും നമ്പേഴ്സ് ഞാൻ ഈ എ എന്ന് പറയുന്ന ഒരു അറേക്കകത്ത് വെച്ചിട്ടുണ്ട് എന്ന് ഇമാജിൻ ചെയ്തോ. ഇതിൻ്റെ അകത്ത് എനിക്ക് ഒരാളുണ്ടോ ഇല്ലയോ എന്ന് സെർച്ച് ചെയ്യണം. ആ ആള് ഏതിലാണ് ഞാൻ വെച്ചേക്കണേ? ഞാൻ ഹെഡിങ് അനുസരിച്ച് എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ അകത്താണ് വെച്ചേക്കുന്നത്. ഈ എക്സിൻ്റെ അകത്താണ് എനിക്ക് 8 ഉള്ളത്. ഈ എക്സിൻ്റെ അകത്തുള്ള ഈ 8 ഈ അറേക്കകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ് സെർച്ച് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ്, ഓക്കെ, അൽഗരിതം സെറ്റ് ഐ ഇസ് ഈക്വൽ ടു 1. കാര്യം ഞാൻ ഇവിടെ ആദ്യത്തെ എലമെന്റുമായിട്ടാണ് ഈ കമ്പാരിസൺ തുടങ്ങേണ്ടത്. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ഐ ഗ്രേറ്റർ ദാൻ 1 ഗോ ടു സ്റ്റെപ്പ് നമ്പർ 7. അപ്പൊ എന്താണ് ഈ n കൊണ്ട് ഉദ്ദേശിക്കുന്നത്? n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദി അറേ. ഇപ്പൊ എനിക്ക് ഹൗ മെനി എലമെന്റ്സ് ആർ 1 2 3 4 5 and 6. അപ്പൊ ഇവിടുത്തെ n വാല്യൂസ് നത്തിങ് ബട്ട് 6. ആദ്യമേ ഐ ഇസ് ഈക്വൽ ടു 1 എന്ന് സെറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ നോക്കുകയാണ് ഐ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 6 ആയോ. അങ്ങനെയാണെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് നമ്പർ 7 എന്ന് പറയുന്നു. അപ്പൊ അവിടെ വെച്ചാൽ നമുക്ക് എന്ത് മനസ്സിലായി? 7 എന്ന് പറഞ്ഞാൽ എനിക്കിത് ഇത്രയും നമ്പേഴ്സും കമ്പയർ ചെയ്ത് എലമെന്റ് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പൊ സ്റ്റെപ്പ് നമ്പർ 7ലോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യാം എലമെന്റ് നോട്ട് ഫൗണ്ട്. ഓക്കെ, ഫൈൻ. നോ ഇനി ഇഫ് സപ്പോസ്, അപ്പൊ ആ കണ്ടീഷൻ അല്ല, ഐ ഗ്രേറ്റർ ദാൻ n ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വിൽ ബി മൂവിങ് ഓൺ ടു ദ സ്റ്റെപ്പ് നമ്പർ 3. വാട്ട് ഈസ് ദാറ്റ്? ഇനി നമ്മൾ നോക്കുന്നത് ഈ എക്സിന്റെ അകത്തുള്ള വാല്യൂ ഈ അറയ്ക്കകത്ത് ഉണ്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഇഫ് കണ്ടീഷൻ. ഇഫ് എ ഓഫ് ഐ ഈക്വൽ ടു എക്സ്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് എ എന്താണ് എന്നുള്ള കോൺസെപ്റ്റ് ക്ലിയർ അല്ല. ഞാൻ സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് ഇവിടെ ഐ എന്നുള്ളൊരു വേരിയബിൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. സ്ക്വയർ ബ്രാക്കറ്റ് എന്താണ്, ഐ എന്താണ്, അത് നിങ്ങൾക്ക് ഇപ്പം ക്ലിയർ അല്ല. കാര്യം ആസ് ഐ സെഡ്, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് തേർഡ് മോഡ്യൂളിലാണ്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇത്രയും ഓർത്താൽ മതി. എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത്രയും സെറ്റ് ഓഫ് എലമെന്റ്സ് ഉള്ള ആ ഒരു അറേ, ആ സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഐ എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റ് IS1 എന്ന് പറഞ്ഞാൽ ഇത് 1, എലമെന്റ് നമ്പർ 1, എലമെന്റ് നമ്പർ 2 3 4 5 and 6. അപ്പൊ ഈ അറേക്കകത്തുള്ള ആദ്യത്തെ എലമെന്റ്, അറേക്കകത്തുള്ള സെക്കൻഡ് എലമെന്റ്, അറേക്കകത്തുള്ള തേർഡ് എലമെന്റ്, അതാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേ ഈക്വൽ ടു എക്സ് ആണോ? എക്സിന്റെ അകത്ത് ആരാളെ? വി ഹാവ് 8. അത് ഈക്വൽ ടു എക്സ് ആണെന്നുണ്ടെങ്കിൽ ദെൻ മൂവ് ഓൺ ടു ദ ഗോ ടു സ്റ്റെപ്പ് നമ്പർ 6. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് നമ്പർ 6 എന്ത് കിട്ടി? ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഒരു മാച്ച് കിട്ടി എന്ന് പറഞ്ഞാൽ എലമെന്റ് ഫൗണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഒരു പ്രിന്റ് മെസ്സേജ് കൊടുക്കാം. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ സ്റ്റെപ്പ് നമ്പർ 6. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ആദ്യത്തെ എലമെന്റ് മാത്രമേ നോക്കിയുള്ളൂ. ഇതൊന്നും അല്ലാത്ത കാര്യങ്ങളാണ് ഇനി അടുത്ത സ്റ്റെപ്പിൽ വരുന്നത്. സ്റ്റെപ്പ് നമ്പർ 4 എന്താ പറയുന്നത്? സെറ്റ് ഐ ഈസ് ഈക്വൽ ടു i+1. സി ഇനിഷ്യലി വി ഹാഡ് സെറ്റ്സ് IS1. പിന്നെ എന്താണ്? ഐനെ ഇൻക്രിമെന്റ് ചെയ്യാൻ, ദാറ്റ് ഈസ് ഗോ ടു i2. പിന്നെ എന്താ ചെയ്യേണ്ടത്? പിന്നെ അഗെയിൻ നമ്മൾ ഈ ഐ ഇസ് ഈക്വൽ ടു 1 ആയിരുന്നു ഇപ്പൊ ചെയ്ത അതേ കാര്യം തന്നെയാണ് ചെയ്യേണ്ടത്. സോ സ്റ്റെപ്പ് നമ്പർ 5 ഇസ് നത്തിങ് ബട്ട് ഗോ ടു സ്റ്റെപ്പ് നമ്പർ 2. സ്റ്റെപ്പ് നമ്പർ 2ൽ വീണ്ടും ചെക്ക് ചെയ്യുന്നു. I2 ആയപ്പോൾ 2 ഗ്രേറ്റർ ദാൻ 6 ആയോ? 6 ആയെങ്കിൽ നമ്മൾ എലമെന്റ് നോട്ട് ഫൗണ്ട് എന്ന് സ്റ്റെപ്പ് നമ്പർ 7ൽ വരുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 3ൽ കയറുന്നു. കിട്ടിയെന്നുണ്ടെങ്കിൽ പ്രിന്റ് ചെയ്യുന്നു. ആൻഡ് ദ സെയിം തിങ് വിൽ കണ്ടിന്യൂ. ദിസ് ഈസ് ദസ് അൽഗോരിതം ഫോർ ലീനിയർ സെർച്ച്. ഓക്കെ, അഗെയിൻ ഐ എം സേയിങ്, നിങ്ങൾ തേർഡ് മോഡ്യൂൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് നല്ലതുപോലെ മനസ്സിലാവുകയുള്ളൂ. ഇപ്പം അതിൻ്റെ സ്റ്റെപ്സ് ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്നേ ഉള്ളൂ, 1 by 1. Now let us see what about the pseudocode.
as we mentioned before, pseudocode is nothing but again the same thing as that of algorithm only, but again we'll write it in a more programming aspect ലോട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ എഴുതുക. Okay, now we'll see. Again, linear search, and inside the bracket you can see list and a value. അപ്പോൾ ഇവിടെ ഇപ്പൊ ഞാൻ ഒന്ന് പേര് മാറ്റി പിടിക്കുന്നു. ഇത് ഈ അറേനെ തന്നെയാണ് ഞാൻ ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ എക്സിന്റെ അകത്ത് 8 ഉള്ളതിനെ തന്നെയാണ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ എമംഗ് ദ നമ്പേഴ്സ് ഇൻസൈഡ് ദിസ് ലിസ്റ്റ് ഈ വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്നാണ് എനിക്ക് ചെക്ക് ചെയ്യേണ്ടത്. കോൺസെപ്റ്റ് ഇസ് ദ സെയിം, ബട്ട് പേരൊക്കെ ഒന്ന് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. Now we'll see how to write the pseudocode. അപ്പോൾ ദേ അതിനകത്തുള്ള ആദ്യത്തെ സ്റ്റെപ്പ്, ഫോർ ഈച്ച് ഐറ്റം ഇൻ ദ ലിസ്റ്റ്. അപ്പം ലിസ്റ്റിന്റെ അകത്തുള്ള ഓരോ ഐറ്റവും ഫോർ എന്ന് പറഞ്ഞൊരു വാക്ക് എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഒരു കീവേഡ് ആണ് ഫോർ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അകത്ത് കയറുന്നു. ഇഫ് വി ആർ ചെക്കിംഗ് ഫോർ എ മാച്ച് ബിറ്റ്വീൻ ദി ഐറ്റം ആൻഡ് ദി വാല്യൂ. ലിസ്റ്റിന്റെ അകത്തുള്ള ഓരോ ഐറ്റവും എടുക്കുന്നു, നമ്മുടെ വാല്യൂ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ. അഗെയിൻ റിട്ടേൺ ഇസ് എ കീ വേർഡ് ദാറ്റ് വി നോർമലി യൂസ് ഇൻസൈഡ് എ പ്രോഗ്രാം. റിട്ടേൺ എലമെന്റ് ഫൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇഫിനെ നമ്മൾ എൻഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ തുടങ്ങി വെച്ച ഫോറിനെ എൻഡ് ചെയ്യുന്നുണ്ട്, ആൻഡ് ദെൻ എൻഡ് ഓഫ് ദ പ്രൊസീജിയർ. കുറച്ച് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സ്റ്റെപ്സ് തന്നെയാണ് നമ്മുടെ പ്രോഗ്രാമിൽ ആസ് സച്ച് യൂസ് ചെയ്യുന്നത്. ഫോർ യൂസ് ചെയ്യും, ഇഫ് യൂസ് ചെയ്യും, റിട്ടേൺ യൂസ് ചെയ്യും. ഇതൊക്കെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ അകത്തുള്ള സ്റ്റെപ്സ് ആണ്. ദിസ് ഇസ് എ സിമ്പിൾ എക്സാമ്പിൾ ടു ഗിവ് യു an idea about how to write the pseudocode for this linear search. നമുക്കിനി ബബിൾ സോർട്ട് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ലീനിയർ സെർച്ച് കണ്ടതുപോലെ തന്നെ ബബിൾ സോർട്ടും നമ്മൾ അതിൻ്റെ വർക്കിംഗ്, അതിൻ്റെ കോൺസെപ്റ്റ്, അതിൻ്റെ കോഡ് ബ്രേക്കിംഗ് എവറിത്തിങ് വിൽ ബി സീയിങ് ഇൻ മോഡ്യൂൾ 3. അവിടെയാണ് നമുക്ക് അതിൻ്റെ വർക്കിംഗ് എന്താണ് സോർട്ടിങ്, എന്താണ് ബബിൾ സോർട്ടിങ്, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മോഡ്യൂൾ 3 പഠിക്കുന്നുണ്ട്. പക്ഷേ മോഡ്യൂൾ 1 അതിൻ്റെ സ്യൂഡോകോഡും അൽഗോരിതം പറയുന്നത് കാരണം നമുക്ക് ജസ്റ്റ് വിൽ ഹാവ് എൻ ഐഡിയ അബൌട്ട് ഇറ്റ്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ വെച്ച് നോക്കാം എങ്ങനെയാണ് ആ സ്റ്റെപ്സ് എന്നൊക്കെ. എന്നിട്ട് അതിൻ്റെ ആക്ച്വൽ വർക്കിംഗ് നമ്മൾ മോഡ്യൂൾ 3 ആയിരിക്കും നോക്കുന്നത്. സോ ബബിൾ സോർട്ട്. അപ്പോൾ സോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് അറേഞ്ച്മെന്റ് ഓഫ് എലമെന്റ്സിനെയാണ് നമ്മൾ സോർട്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നേരത്തെ നമ്മൾ ലീനിയർ സെർച്ച് പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ കളക്ഷൻ ഓഫ് എലമെന്റ്സ് കാണും, കളക്ഷൻ ഓഫ് നമ്പേഴ്സ് കാണും. ഈ നമ്പേഴ്സിനെ നമുക്ക് ഒരു അസെൻഡിങ് ഓർഡറിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനാണ് നമുക്ക് അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സോർട്ടിംഗ് ആണ് ബബിൾ സോർട്ടിംഗ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു കൺസിഡർ ദി എലമെന്റ്സ് 10, 15, 8, 7, 12, 9 ഇത്രയും എലമെന്റ്സ് ഉണ്ട് എൻ്റെ കയ്യിലെങ്കിൽ ഇതിനെങ്ങനെയാണ് നമുക്ക് സോർട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് എൻ്റെ ഈ ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സിന് എങ്ങനെയായിരിക്കും എനിക്ക് കിട്ടുക? ഐ വിൽ ബി ഹാവിങ് 7, then 8, then 9, 10, then 12 and 15. ഇതാണ് എനിക്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടേണ്ട ഓർഡർ. ആദ്യം കൊടുത്തത് എങ്ങനെയായിരുന്നു? ഇങ്ങനത്തെ കുറെ ബഞ്ച് ഓഫ് എലമെന്റ്സ്, ആൻഡ് ആഫ്റ്റർ സോർട്ടിങ് ഇറ്റ് ഐ വിൽ ബി ഗെറ്റിംഗ് ദിസ് ആസ് ദി ലിസ്റ്റ് ഓർ ദി അറേ. അപ്പോൾ ഇത് ചെയ്യേണ്ട രീതി നമ്മൾ അഗൈൻ ഇവിടെ നോക്കുന്നില്ല, മോഡ്യൂൾ 3 നോക്കും. Now we'll see how to write the algorithm and the pseudocode. Okay, we'll begin with the algorithm. First one is to read the array. Array is nothing but a collection of elements. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ എലമെന്റ്സ്, എത്ര എലമെന്റ്സ് ആണോ വേണ്ടത് അത് യൂസറിന്റെ കയ്യിൽ നിന്ന് റീഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ആൻഡ് സ്റ്റെപ്പ് നമ്പർ 2 says for all the elements in the array, ഇതിനകത്തുള്ള എല്ലാ എലമെന്റ്സും 1 by 1 എടുക്കുക. ആൻഡ് ദെൻ തേർഡ് സ്റ്റെപ്പിൽ പറയുന്നു ചെക്ക് ഇഫ് ലിസ്റ്റ് ഓഫ് ഐ ഇസ് ഗ്രേറ്റർ ദാൻ ലിസ്റ്റ് ഓഫ് ഐ പ്ലസ് 1. നമ്മൾ ലീനിയർ സെർച്ചിൽ ആ സ്ക്വയർ ബ്രാക്കറ്റ് ഐ എന്ന് പറയുന്നതൊക്കെ കണ്ടു. അപ്പൊ ഇവിടെ പറയുന്നത് ചെക്ക് ചെയ്യാനാ പറയുന്നത് എന്താണെന്ന്, ലിസ്റ്റിന്റെ അകത്ത് ഈ എലമെന്റും തമ്മിൽ കമ്പയർ ചെയ്യണം. ഗ്രേറ്റർ ആണ് എന്നുണ്ടെങ്കിൽ ഗോ ടു നെക്സ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ഗോ ടു സ്റ്റെപ്പ് നമ്പർ 4. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് നമ്പർ 4 എന്ത് പറയുന്നു? എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ലിസ്റ്റ് ഓഫ് ഐ ആൻഡ് ലിസ്റ്റ് ഓഫ് ഐ പ്ലസ് 1, അല്ലെങ്കിൽ സ്വാപ്പ് ബിറ്റ്വീൻ ലിസ്റ്റ് ഓഫ് ഐ ആൻഡ് ലിസ്റ്റ് ഓഫ് ഐ പ്ലസ് 1. അതായത് നമുക്ക് സോർട്ട് ചെയ്ത് പോകണമല്ലോ. സോ ദിസ് വിൽ ബി കണ്ടിന്യൂഡ് ഫോർ ഓൾ ദി എലമെന്റ്സ് ഇൻ ദാറ്റ് അറേ. ആൻഡ് ആസ് എ ഫൈനൽ സ്റ്റെപ്പ് എന്ത് ചെയ്യണം? പ്രിന്റ് ദി സോർട്ടഡ് അറേ. ഇത്രയും മാത്രമേ നമുക്ക് അൽഗോരിതത്തിൽ പറയാനുള്ളൂ. ഇതിനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കാണിക്കണം പ്രോഗ്രാമിൽ. ഓക്കെ, നൗ കമ്മിങ് ടു ദ സ്യൂഡോകോഡ്. സ്യൂഡോകോഡിൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന അതേ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ എഴുതി വെക്കുന്നതിനെയാണ് സ്യൂഡോകോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൽഗോരിതത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് 2
എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് വേണം. അപ്പം സിംഗിൾ ലൂപ്പ് അല്ല, നെസ്റ്റഡ് ലൂപ്പ് എന്ന കോൺസെപ്റ്റ് വേണം. ഈ ലൂപ്പ് എന്താണ്, അതിന്റെ വർക്കിംഗ് എന്താണെന്ന് നമ്മൾ പഠിക്കുന്ന മൊഡ്യൂൾ 2-ലാണ്. അപ്പൊ പ്രോഗ്രാമിന്റെ അകത്തുനിന്ന് എഴുതുകയാണ് സ്യൂഡോ കോഡ്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് for I is equal to 0 തുടങ്ങി n-1, that is nothing but starting from the first element till the last element. Again, one more for loop is being used for j is equal to 0 to n-1 minus I. ഇതിപ്പോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ മൊഡ്യൂൾ 3-ൽ ഇതിന്റെ വർക്കിംഗ് ഉണ്ട്. വർക്കിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എളുപ്പമായിട്ട് തോന്നും. And then inside for loop what you have to write is if list of j is greater than list of j plus 1. നേരത്തെ ആൽഗരിതത്തിൽ കണ്ട അതേ സ്റ്റെപ്പ് തന്നെയാണ്. ആദ്യത്തെ എലമെന്റും സെക്കൻഡ് എലമെന്റും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ what have to be done? Swap list of j and list of j plus 1. അവർ തമ്മിൽ സ്വാപ്പ് ചെയ്യുക. ഇവിടെ ഇപ്പം രണ്ട് 4 കൊണ്ട് എഴുതിയിരിക്കുന്ന അതേ സ്റ്റെപ്സ് പ്രോഗ്രാമിൻ്റെ അകത്ത് അങ്ങനെ ആസച്ച് ഉള്ളതാണ്. ഇഫ് സ്റ്റേറ്റ്മെന്റും പ്രോഗ്രാമിൻ്റെ അകത്ത് ആസച്ച് ഉള്ളൊരു സ്റ്റെപ്പാണ്. സ്വാപ്പ് എന്ന് പറയുന്നത് സ്വാപ്പ് ചെയ്യണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. പ്രോഗ്രാമിൻ്റെ അകത്താണ് നമ്മൾ അത് എങ്ങനെ സ്വാപ്പ് ചെയ്യണം എന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നത്. ആൻഡ് ഫൈനലി അതിൽ സ്വാപ്പ് എല്ലാം ചെയ്തതിന് ശേഷം എൻഡ് ദ ഇഫ് ബ്ലോക്ക് ആൻഡ് എൻഡ് ദ ഫോർ ലൂപ്പ് ആൻഡ് ഫൈനലി റിട്ടേൺ ദ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് സോർട്ടഡ് ആയിട്ട് കിട്ടും, അതിനെ റിട്ടേൺ ചെയ്യണം എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ദി pseudocode corresponding to this concept of bubble sort.